ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 10:58 ആയിട്ടുണ്ട്. നമ്മൾ നിഫ്റ്റിയിലാണ് നമ്മൾ ട്രേഡ് നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻട്രാഡേ ക്രിയേറ്റ് ചെയ്ത ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ നിന്ന് നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് എന്താ നോക്കേണ്ടത്, FEG കണ്ടുപിടിക്കണം. FEGയും ഓർഡർ ബ്ലോക്കും കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഇനീഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു സ്വീപ്പ് കിട്ടിയപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് എൻട്രിക്ക് റെഡി ആയി എന്നുള്ളത് നമ്മൾ ഒരു കൺഫർമേഷൻ എടുത്തത്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞ വരെ ആദ്യം തന്നെ ഒരു സ്വീപ്പ് കിട്ടണം, പിന്നെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ബ്ലോക്കും FEGയും നമുക്ക് മാർക്ക് ചെയ്യണം. ഇത്ര ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ആ ലെവൽ എത്തണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഒരു ഓർഡർ ബ്ലോക്ക്, ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഒരു സ്വീപ്പ് കിട്ടി, ഇവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഈ ഓർഡർ ബ്ലോക്കിന് താഴെ ഇനി പ്രൈസ് വരില്ല എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓർഡർ ബ്ലോക്കിന് താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഫെയിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് പിന്നെ എൻട്രി കിട്ടില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഓർഡർ ബ്ലോക്ക് FEG കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എൻട്രി എടുക്കേണ്ടത് ഈ FEGയിലോ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിലോ ഒരു 1 മിനിറ്റ് റിവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി ഏതായാലും ഇപ്പോൾ നമുക്ക് പ്രൈസ് നമ്മുടെ അടുത്തല്ല ഉള്ളത്. ഇപ്പോൾ എന്തായാലും ഇനി നമുക്ക് പ്രൈസ് ഈ ലെവലിൽ എത്തുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഇത് എത്താൻ നമ്മൾ മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എൻട്രി കിട്ടാണ്ട് പോയിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. ഓൾസോ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഈ FEGയും ഓർഡർ ബ്ലോക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് ബൈ സൈഡിലുള്ള ഒരു എൻട്രിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്കൗണ്ട് സോണിൽ മാത്രമാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ FEGയും ഓർഡർ ബ്ലോക്കും ഒരു ഡിസ്കൗണ്ട് സോണിലായിരിക്കണം. പ്രൈസ് ഇവിടെ ഈ ലെവലുകൾ എത്തുകയാണെങ്കിൽ മാത്രം നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യേണ്ടതുള്ളൂ. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഒന്നില്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിന് താഴത്തോ അല്ലെങ്കിൽ FEGയിൽ വരുന്ന ആ സ്വീപ്പ് ഒരു പിൻ ബാറോ അങ്ങനെ എന്തെങ്കിലും ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ലോവറിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും പ്രൈസ് ഈ റേഞ്ചിൽ എത്തുമ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രൈസ് നമ്മുടെ മെൻഷൻ ചെയ്ത FEGയിൽ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ടൈം 12:15 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1.25 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് ഈ റേഞ്ചിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ എൻട്രി എടുത്ത ട്രേഡ് എന്ന് പറയുന്നത് നിഫ്റ്റി 24,800 കോളാണ് നമ്മൾ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതാണ് നിയറസ്റ്റ് ഇൻ ദ മണി എന്ന് പറയുന്നത് 24,800 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഓപ്ഷൻ സ്ട്രൈക്കിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 190 to 191 ഏരിയയിലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രീമിയമൊക്കെ നമുക്ക് കുറച്ച് കൂടുതലാണ്. ഇത് നമ്മുടെ എക്സ്പയർ ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രീമിയമൊക്കെ നല്ല ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും 191ലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് 180, ഒരു ഓൾമോസ്റ്റ് 10 പോയിൻറ്റ്സ്. പ്രീമിയം ഹൈ ആയതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസും കുറച്ച് കൂടുതലായി. നമ്മൾ നോർമൽ 7 to 8 പോയിൻറ്റ്സാണ് പ്ലാൻ ചെയ്യാറ്. പകരം ഇതിനകത്ത് 10 പോയിൻറ്റ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ മാർക്കറ്റ് കുറച്ചുകൂടി മൂവ്മെൻറ്റ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറയ്ക്കാം. അതിൽ ഇനീഷ്യലി നമ്മളൊരു 10 പോയിൻറ്റ്സാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രീമിയം ചാനൽ നമ്മൾ ട്രേഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പുതിയ ട്രേഡേഴ്സിന് നമ്മളത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഫയേഴ്സിലോ അപ്സ്റ്റോക്സിലോ പുതിയ അക്കൗണ്ട് എടുക്കുന്ന ആൾക്കാർക്ക് നമ്മളെ ടെലിഗ്രാം ചാനലിലൂടെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലൈഫ് ടൈം പ്രീമിയം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു ഓപ്ഷനിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു ചെറിയ സപ്പോർട്ടും കൂടി ആയിട്ട് നമ്മളത് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ നമ്മൾ നല്ല നല്ല ലെവൽസുകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരുന്ന നിഫ്റ്റിയുടെ ഡെയിലി ലെവൽസുകൾ വെച്ച് തന്നെ നമ്മളെല്ലാ ട്രേഡുകളും നമ്മൾ എടുക്കാറുള്ളത്.
അത് നമ്മൾ ഡെയിലി മോർണിംഗ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ കൊടുക്കാറുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തായാലും പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമുക്കൊരു ട്രേഡിങ് ഓപ്ഷനിലേക്ക് ട്രേഡിങ് ആഗ്രഹമുള്ള എല്ലാവരും ഈ ചാനലൊന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ചെറിയ മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും 10 പോയിൻറ്റ്സാണ് സ്റ്റോപ്പ് ലോസ് ഉള്ളത്. സ്റ്റോപ്പ് ലോസ് അടിക്കാൻ നമുക്ക് വീണ്ടും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. എന്തായാലും ഒന്ന് ഓവറോൾ ഈ ഒരു FEG എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ഒരു മൂവ്മെൻറ്റ്, നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം എന്തായാലും ഇവിടെ നിന്ന് നമുക്കൊരു 15 മിനിറ്റ് ലിക്വിഡിറ്റി സ്വീപ്പും അതുമാത്രമല്ല ചേഞ്ച് ഓഫ് ക്യാരക്ടറും ഒരു FEG എൻട്രി, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഫേവറബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓൾറെഡി മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ടാർഗറ്റാണോ അതോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 25% മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വലിയൊരു വയലൻ്റ് മൂവ്മെൻ്റ് അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചെറിയൊരു സ്മോൾ മൂവ്മെൻറ്റാണ് നമുക്ക് ഇവിടെ കഴിഞ്ഞ ഒരു അരമണിക്കൂറായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷനിലാണെങ്കിലും നമ്മുടെ സേഫ് ടാർഗറ്റിൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് 15 പോയിൻറ്റ്സ് സേഫ് ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. വളരെ സ്ലോ മൂവ്മെൻറ്റാണ്, അരമണിക്കൂറായിട്ടും ടാർഗറ്റ് അടിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. എന്തായാലും 10 പോയിൻറ്റ്സ് ആണ്. നമുക്കൊരു 184 ആയിട്ട് നമുക്ക് ട്രെയിൽ ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് 6 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇതിപ്പോൾ SMC നമുക്ക് എല്ലാവർക്കും യൂട്യൂബിൽ നോക്കിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമുക്ക് ഇതിൻ്റെ മൈൻഡ് സെറ്റാണ് ഇതിൻ്റെ മെയിൻ കളി ഉള്ളിലിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് SMC. ഇവിടുന്ന് എൻട്രിയും അവിടെ ടാർഗറ്റ് നമ്മൾ അറിയാം. ഇതിപ്പോൾ പതിയെ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേര് നമ്മൾ എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ 1-2 സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് പറ്റണ പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് പോകും. ഇത് സ്റ്റോപ്പ് ലോസും ഇതിൻ്റെ പാർട്ടാണ്, ടാർഗറ്റും ഇതിൻ്റെ പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് എത്രത്തോളം ഇതിൽ സർവൈവ് ചെയ്തു എന്നിരിക്കും നിങ്ങൾ ട്രേഡിങ്ങിൽ സക്സസ് ആവോ ഇല്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ SMC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല, അങ്ങനെയൊന്നുമില്ല. സ്റ്റോപ്പ് ലോസും അടിക്കും. എല്ലാ ട്രേഡ് സെറ്റപ്പിലും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഉള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞത് 1:3 ടാർഗറ്റ് വെച്ചാൽ തന്നെ ഒരു 10 എണ്ണത്തിലൊരു 6 എണ്ണം ഫെയിലായാലും നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ടാർഗറ്റ് അടിക്കുമോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കില്ലോ എന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റായിരിക്കണം. 1:5 ടാർഗറ്റ്, 1:4 നമ്മൾ ടാർഗറ്റാണ് നമ്മൾ വെച്ചിരുന്നത്. 1:5 ടാർഗറ്റ് ഓൾമോസ്റ്റ് വെച്ചവർക്ക് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനൽ കൊടുത്തിരുന്ന 24,800 കോള് നമുക്ക് ഓൾമോസ്റ്റ് 30 പോയിൻറ്റ്സ് നല്ലൊരു ഡീസൻറ്റ് പ്രോഫിറ്റാണ്. 223 ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോയിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഫ്രീ ആണ്, ജോയിൻ ചെയ്തുകൊള്ളുക. ഇതുപോലെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.